പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിതരായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ഒരുക്കിയ വലിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അതൊരു മധുരമാണ്. തേൻകട്ടയേക്കാൾ മധുരമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്, നമുക്ക് വേണ്ടുന്നതായ ഉപദേശങ്ങളുണ്ട്, നമുക്ക് വേണ്ടുന്ന വഴികളുണ്ട്. ദൈവത്തോടടുത്ത് വരേണ്ടുന്നതായ വഴികൾ ദൈവത്തിലുണ്ട്. ആ വഴി കർത്താവായ യേശു തന്നെയാണ്, സംശയമില്ല. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വേഗത്തിൽ 2 വാക്യങ്ങൾ വായിക്കാം. 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചിട്ട് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിനകത്ത് ഒരു ഭക്തനായ മനുഷ്യന് വേണ്ടുന്ന വിജയകരമായ ജീവിതം നയിക്കാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. അതൊരു ഭക്തന്റെ ജീവിതത്തിൽ എത്ര വലിയ ഭാഗ്യമാണ്. ദൈവത്തിന്റെ വചനം അത് തെറ്റായ വഴികളിൽ നിന്ന് ശരിയായ ദൈവിക ഇഷ്ടത്തിന്റെ വഴികളിലേക്ക് ഒരു മനുഷ്യനെ നടത്താൻ കഴിവുള്ള ഒന്നാണ് ദൈവത്തിന്റെ വചനം. നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനവും ജനത്തിന്റെ മേൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ്. തെറ്റായ ഉപദേശങ്ങളൊക്കെ ലോകവ്യാപകമായി പല നിലകളിലും പല ഇടങ്ങളിലും നടക്കുമ്പോൾ ദൈവവചനം വളരെ വ്യക്തമായി കരങ്ങളിൽ പിടിച്ച് ദൈവത്തിന്റെ വചനം ഭക്തിയോടെ അത് തുറന്നു വായിച്ച് ധ്യാനിക്കുന്നൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വഴികൾ അവന് വ്യക്തമായിട്ടറിയാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ, ദൈവത്തിന്റെ ആത്മാവില്ലാത്തൊരു മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശങ്ങളെ അവന് കൈക്കൊള്ളാൻ കഴിയുന്നില്ല, അവനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കേവലം പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മാത്രം അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാകയില്ല. എന്നാൽ അത് പരിശുദ്ധാത്മാവിൽ നാം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് വലിയ വഴികാട്ടിയായി, നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമായി, ക്രൈസ്തവ ജീവിതം വിജയമാക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഒരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ വചനം. അതിനകത്ത് ഉപദേശമുണ്ട്, ശാസനയുണ്ട്, അതിനകത്ത് സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാക്കേണ്ടതായ എല്ലാവിധ അനുഗ്രഹവും ദൈവവചനത്തിലുണ്ട്. ദൈവത്തിന്റെ വചനം അത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. അത് കേൾക്കുന്നവർക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ ദൈവത്തിന്റെ വചനം അത് കേൾക്കുന്നവനൊരു വിടുതലാണ്, കേൾക്കുന്നവനൊരു ആശ്വാസമാണ്, കേൾക്കുന്നവനൊരു സമാധാനമാണ്, കേൾക്കുന്നവനൊരു സന്തോഷമാണ്. ഈ വചനം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യവാനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനത്തിനകത്ത് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ജനത്തെ അനുഗ്രഹിക്കാനുള്ള ഒരു വലിയ ഒന്നുകൂടെയാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഈ വചനം നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം, ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. വചനത്തിലെ അനുഗ്രഹങ്ങളെ നമ്മുടെ അവകാശമായി നമുക്ക് സ്വീകരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ജീവിതത്തെ അടിമുടി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു പുതിയ മനുഷ്യന്റെ, ക്രിസ്തുവിൽ ജനിച്ചൊരു പുതിയ മനുഷ്യന്റെ ജീവിതം എപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള വസ്തുതയെല്ലാം ദൈവവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിലുള്ള വിജയം ദൈവവചനത്തിനകത്തുണ്ട്. ആകയാൽ നാം നമ്മുടെ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവർക്കൊരു അനുഗ്രഹവും വിടുതലും സന്തോഷവുമാകുമെങ്കിൽ ദൈവത്തിന്റെ വചനം നാം ആവോളം പങ്കുവയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും
ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചവർ ദൈവവചനം ശക്തമായി പങ്കുവെച്ച്, സുവിശേഷം പങ്കുവെച്ച്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ ദേശങ്ങൾ വിടുവിക്കപ്പെട്ട് അങ്ങനെ യേശുവിൻ്റെ സാക്ഷികളായി, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി, യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു? മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ മരിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ലഭിക്കുന്നുവെന്നുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ സുവിശേഷം അനേകരോട് പങ്കുവയ്ക്കുവാനൊക്കെ കർത്താവ് തന്റെ ജനത്തെ ബലപ്പെടുത്തുന്നു. ആകയാൽ ഈ തിരുവചനം വിശ്വസിച്ചു വരുന്നവരുടെ ജീവിതം വളരെയധികം രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന തിരുവചനമാണ്. അതുകൊണ്ടാകയാൽ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നാം കേൾക്കുന്ന വചനം നമുക്കൊരു അനുഗ്രഹമാണ്, അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരാൻ ദൈവവചനങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന വചനങ്ങൾ ഷെയർ ചെയ്ത് അനേകരുടെ അടുക്കൽ അത് എത്തുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് സന്തോഷകരമായി ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനിടയാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരു ആത്മീയ മനുഷ്യനെ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാക്കുവാൻ തക്കവണ്ണം മതിയായ ഒരു വചനമാണ്. ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും വചനത്തിലുണ്ട്. ആകയാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് അങ്ങയുടെ തിരുവചനം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ വചനത്തിലൂടെ ആമേൻ കർത്താവെ, ഞങ്ങൾ കേൾക്കുന്നതെല്ലാം ജീവിതത്തിൽ സ്വീകരിച്ച് അത് കർത്താവ് ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി ആ വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങൾ മുറുകെ പിടിച്ച് നിത്യതയുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ വചന കേൾവിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ. ദൈവിക അനുഗ്രഹങ്ങൾ, പുതിയ വാഗ്ദത്തങ്ങളൊക്കെ നൽകി അനുഗ്രഹിച്ച് സഹായിക്കണം. ഇന്നു പകലിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ ചൊരിഞ്ഞാട്ടെ. അവിടുത്തെ പൊന്നു നാം ഉയരപ്പെടും. ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൂട്ടായ്മയ്ക്കും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ വചനം. അത് ദൈവം നമുക്ക് നൽകിയതാണ്. ആ ദൈവവചനം നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ ദൈവവചനം തലമുറകൾക്ക് പകർന്നു കൊടുക്കാം. ഈ ദൈവവചനം അനേകരോട് നമുക്ക് പങ്കുവയ്ക്കാം. അനേകരുടെ ജീവിതം അനുഗ്രഹമാകട്ടെ. തലമുറകളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.